ഇപ്പോൾ നമ്മോടൊപ്പം CPIM മുതിർന്ന നേതാവ് കെ അനിൽകുമാർ കൂടിയുണ്ട്. ശ്രീ അനിൽകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് പുറത്താക്കിയ പാലക്കാട്ടിലെ MP നിയമസഭാ സമ്മേളനത്തിന് എത്തുമ്പോൾ എങ്ങനെയാണ് കേരളം അതിനെ കാണുന്നത്? താങ്കളുടെ പരിപ്രേക്ഷ്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചെന്നുപെട്ട ഗുരുതരമായ പ്രതിസന്ധിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് പാർട്ടി നാഥനില്ല കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നേതാവിന് മറ്റൊരു നേതാവിനെയോ, ഒരു നേതാവിന് ഒരു MLA യോ, ഒരു നേതാവിന് ഒരു കമ്മിറ്റിയെയോ നിയന്ത്രിക്കാനാകാത്ത വിധം, അതിന്റെ സമ്പൂർണ്ണതല ഭാരവാഹികളുടെ പുനഃസംഘടന പോലും നടത്താനാകാത്ത വിധം ആ പാർട്ടി ചെന്നുപെട്ട പ്രതിസന്ധിയുടെയും ഗതികേടിന്റെയും ആഴമാണ് കാണുന്നത്. ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത് KPCCയുടെ മീഡിയ സെല്ലിന്റെ പ്രധാനപ്പെട്ട ആളെ VT ബലറാമിനെ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നീക്കി എന്നുള്ള വാർത്തയാണ്. അപ്പോഴാണ് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തൊട്ടുപുറകെ KPCC പ്രസിഡന്റ് കൊമ്പന് പുറകെ മോഴ എന്ന പോലെ പറയുകയാണ്, അങ്ങനത്തെ തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ ആദ്യം പറഞ്ഞെന്തായി? KPCC പ്രസിഡന്റ് പറയുന്നത് കോൺഗ്രസ് നടക്കുമോ? MLA-മാരുടെ തലവനാണ് പ്രതിപക്ഷ നേതാവ്, നിയമസഭാ കക്ഷി നേതാവ്. MLA-മാര് പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഞാൻ ശക്തമായ നടപടിയെടുത്തു. ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ മാതൃകയാണ്. കോൺഗ്രസിന്റെ മാതൃക കണ്ട് മറ്റു പാർട്ടികൾ ഞെട്ടും. ഈ മാതൃക കണ്ട് കോരിത്തിരിക്കണം അല്ലേ പറഞ്ഞത്? ഇപ്പോ കേരളം മുഴുവൻ കോരിത്തിരിക്കുകയാണ്. നാട് മുഴുവൻ അസന്മാർഗിക ജീവിതം നടത്തിയ ഒരു വ്യക്തിയെ പരാതി പറഞ്ഞിട്ടും സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും MLA ആക്കിയതിന്റെ പാപഭാരം ചുമക്കുകയാണ് കോൺഗ്രസ്. അയാൾ ധിക്കാരപൂർവ്വം തന്റെ പാർട്ടിയുടെ അനുയായികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വയനാട് ഫണ്ട് അടക്കം കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ ബലത്തിൽ ആ പണം ഉപയോഗിച്ച് ഈ അസാൻമാർഗികെല്ലാം ചെയ്തിട്ട് ആ പണം ഉപയോഗിച്ച് ഗുണ്ടാ സംഘത്തെ പോയിട്ട് കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ്. തുടർന്ന് കാട്ടപ്പെട്ടിരിക്കുന്നു. ഇവരാണോ കേരളത്തിൽ അധികാരം പിടിക്കാൻ പോണത്? ഇവരാണോ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോണത്? ഇത്തരക്കാരുമായിട്ടാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോണത്? അതുകൊണ്ട് കോൺഗ്രസിനുണ്ടാകുന്ന കടുത്ത പ്രതിസന്ധിയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് കാലെണ്ണയുടെ വിലയില്ല. പ്രതിപക്ഷ നേതൃത്വം VD സതീശൻ രാജിവെക്കുകയാണ് നല്ലത്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് മാത്രമല്ല ശ്രീ അനിൽകുമാർ. കാരണം നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സുരക്ഷ ഒരുക്കി നിയമസഭയിലെത്തിയത്. കോൺഗ്രസ് പുറത്താക്കിയെന്ന് പറയുന്ന ആൾ. അതെ, അവിടെ കോൺഗ്രസിന് രണ്ടിൽ നിന്ന് വഴിയുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പ് VD സതീശൻ പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം ചേർന്നപ്പോൾ ഇതിനേക്കാൾ കടുത്ത നടപടി വേണമെന്നാണ് കണ്ടത്. പക്ഷെ അവസാനം ഞങ്ങൾ തീരുമാനമെടുത്തു, സസ്പെൻഷൻ മതി. ആ സസ്പെൻഷൻ അംഗീകരിച്ചോ? അതിന്റെ ഭാഗമായി നിയമസഭയിൽ വരാതിരിക്കുക എന്ന് വരാൻ പാടില്ല എന്ന കോൺഗ്രസിന്റെ വിപ്പാണ്. നിയമസഭയിൽ വരാൻ പാടില്ല എന്ന കോൺഗ്രസിന്റെ വിപ്പാണ് ഇപ്പോ ഈ MLA ലംഘിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ വിപ്പിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാജിവെക്കണം. ഇതിനിടയ്ക്ക് ഒരു പരിഹാരം ഇക്കാര്യത്തിലില്ല. അതുകൊണ്ട് VD സതീശനോടാണ് ചോദ്യം, നിങ്ങൾ രാജിവെക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു, എന്താണ് എന്ന് VD സതീശൻ വ്യക്തമാക്കണം. കടുത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് ചെന്നുപെട്ടു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ കെ അനിൽകുമാർ.